ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS എന്ന ചുരുക്കപ്പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പേരുകൾ ഓടിയെത്തും. സിനിമകളിലും ജീവിതത്തിലുമുള്ള ഒരുപാട് പേരുകൾ. 1995 ദി കിങ് എന്ന മലയാള സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന കോഴിക്കോട് കളക്ടർ കഥാപാത്രത്തെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഉശിരൻ കഥാപാത്രം, ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ. കൃത്യം 20 വർഷങ്ങൾക്കിപ്പുറം 2015 സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും മാത്രമല്ല കമ്പാഷനും വേണമെന്ന് വിശ്വസിച്ച മറ്റൊരു മനുഷ്യൻ കോഴിക്കോട് കളക്ടറായി ചാർജ് എടുത്തു. ആളുകൾ ഉള്ളിടത്താണ് ഗവൺമെൻറ് എത്തേണ്ടതെന്ന് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിച്ച കേരളം കണ്ട ഏറ്റവും മികച്ച ചില പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രശാന്ത് നായർ IAS, അല്ലെങ്കിൽ കോഴിക്കോടുകാർ സ്നേഹത്തോടെ വിളിച്ചു തുടങ്ങിയ കളക്ടർ ബ്രോ. കളക്ടർ ബ്രോ ആണ് ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും തൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ, കളക്ടർ ബ്രോ. Hi Arvind. Thank you for having me for this session. ഒരു ശരാശരി മലയാളി സിനിമയിലും ജീവിതത്തിലും ഒരുപാട് കളക്ടർമാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പ്രശാന്ത് നായർ IAS എങ്ങനെയാണ് വ്യത്യസ്തനാവുന്നത്, അതുപോലെ പ്രശാന്ത് നായർ IAS എങ്ങനെയാണ് കളക്ടർ ബ്രോ ആയത്? വ്യത്യസ്തനൊന്നും അല്ല, വ്യത്യസ്തനാണെന്നൊന്നും യാതൊരു അവകാശവാദവും ഇല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. എനിബഡി എൽസ്. ഇപ്പൊ ഈ കളക്ടർ ബ്രോ എന്ന് പറയുന്ന ഒരു പേര് ഈ പറയുന്ന കൂട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, ഒക്കേഷൻ. അപ്പോ ഒരു എന്റെ ആ ഒരു ജനറേഷനിലുള്ള ആദ്യത്തെ ഒരുപക്ഷെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിൽ ഒരാളായി പോയി എന്നതുകൊണ്ട് there was a generation shift. അപ്പോ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ യൂസ് ചെയ്ത് somebody would have done it. ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഇൻഫോർമാലിറ്റി ആൻഡ് ഓൾസോ ജനറലി സ്പീക്കിംഗ് ഓൾസോ എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായി മസിൽ പിടിച്ച് ഏറിട്ട് എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ ബിഹേവ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ ഒരു ആസ് എ സിറ്റിസൺ ഞാൻ എങ്ങനെയാണ് ഒരു ഓഫീസറുടെ അടുത്ത് പെരുമാറണം, അവരെങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ആയിരിക്കുമല്ലോ ഞാനും സർവീസിൽ വരുമ്പോൾ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ജനറേഷൻ്റെ സബ്സിക്വന്റ് ജനറേഷൻസ് ഓൾസോ വുഡ് ഹാവ് ഡൺ ദ സെയിം. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇൻഫോർമാലിറ്റി, ഇപ്പം സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി നമ്മൾ ഭയങ്കര സംസ്കൃത പടാവലിയൊക്കെ എടുത്തിട്ട് തകർക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ബോറിങ്. ഒരു ഗവൺമെന്റ് ഫയൽ എഴുതുന്ന കൂട്ട് എഴുതിയാലും വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രോ എന്ന് പറഞ്ഞല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടും കിട്ടും. അങ്ങനെ വീണ പേരാണിത്. അങ്ങനെയാണ് കളക്ടർ ബ്രോ ആയ. കളക്ടർ ബ്രോ പിന്നീട് ബ്രോസ്വാമി ആവുകയും ചെയ്തു അല്ലെ? പല സാഹചര്യങ്ങളിൽ കൂടെ പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ്സ് മൈ ഇൻസ്റ്റാഗ്രാം ID. ഈ പറഞ്ഞോട്ട് ഓരോ ഐഡന്റിറ്റി ആണല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അതല്ലാതെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ സ്വഭാവ വ്യത്യാസമുണ്ട്. നമ്മുടെ ലിങ്ക്ഡിൻ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതിന്റെയൊക്കെ യൂസേഴ്സിന്റെ ടേസ്റ്റും സാധനവും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള പോലത്തെ വിഷ്വൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ സാധനങ്ങൾ കുറവല്ല മറ്റു സ്ഥലങ്ങളിൽ. ഫേസ്ബുക്കിൽ കൂടുതൽ എഴുത്താണ്. അപ്പൊ ഓരോ സ്ഥലത്തും നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണല്ലോ. ഇത് എവ്രിവൺ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എടുത്ത് ഒരുപക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ തന്നെ അരവിന്ദന്റെ ഐഡന്റിറ്റി, ഒരു ID ഇൻ ഈച്ച് പ്രൊഫൈൽ ഓരോ സാധനമായിരിക്കുമല്ലോ അല്ലെ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ രസകരമാണ് കളക്ടർ ബ്രോ എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഒരു സഹോദരനായി കാണുന്ന, അല്ലെങ്കിൽ ഒരു നമ്മളുടെ അടുത്ത് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങിയത് അതൊരു വലിയൊരു ചേഞ്ച് ആണ്, വെൽക്കമിങ് ചേഞ്ച് ആണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയ വഴി ആശയവിനിമയം നടത്തുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ തന്റെ പ്രവർത്തനങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും അല്ലെ? ഈ പുതിയ രീതിക്ക് തുടക്കം കുറിച്ചതിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു സന്തോഷമൊന്നുമല്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഞാനല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും. 2015 ഞാൻ കോഴിക്കോട് കളക്ടറായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളിതൊന്നും ആലോചിക്കുമ്പോൾ ഇതിപ്പോ 2021 ആണ്, അത്ര കാലമൊന്നും പഴക്കം ഇല്ല. പക്ഷെ
ഡിജിറ്റലി ഇത് ഭയങ്കര പഴക്കമുള്ള ഒരു കാലമാണ്. കാരണം ടെക്നോളജി സാധനങ്ങളൊക്കെ മാറി മാറി പോകുന്നത് ആ ഒരു പേസ് ഉണ്ടല്ലോ, സ്പീഡ് ഭയങ്കരമാണ്. 2015 സോഷ്യൽ മീഡിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ്യമായിരുന്നു. ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അറ്റ്ലീസ്റ്റ് സിസ്റ്റത്തിനകത്തുള്ളവർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഇപ്പോ നമ്മൾ ഓർക്കൂട്ടുള്ള കാലത്ത് ഇത് ചിരകാലം ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കും. ഫേസ്ബുക്കും ചിരകാലം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പെർമനന്റ് സാധനമല്ല. ദീസ് ആർ ഓൾ ട്രാൻസിയന്റ്. ഓരോ പ്ലാറ്റ്ഫോംസ് വന്ന് പൊക്കൊണ്ടേയിരിക്കും. അതാത് കാലത്തിന് പറ്റുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യും. നോക്കിയ ഒരിക്കലും ഇല്ലാതാവില്ല, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഒരു അപ്രമാദിത്വം നഷ്ടപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ അതുപോലും സംഭവിച്ചു. അപ്പൊ എന്ന് പറയുന്ന തൊട്ട് 2015 ആ ഒരു സമയത്തിന്റെ ആവശ്യമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം അല്ലാതെ വില്ലേജ് ഓഫീസിൽ പോയി നോട്ടീസ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ചന്തയിൽ പോയിട്ട് ചെണ്ട കൊട്ടി പ്രഖ്യാപനം നടത്തുകയോ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത നാട്ടുകാർ അറിഞ്ഞു എന്നൊക്കെ ആരെ പറഞ്ഞു പറ്റിക്കാനാണ്? ആരും ഗസറ്റ് വായിച്ചിട്ടല്ലല്ലോ വിവരം വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, പത്രത്തിൽ ഒരു ടെൻഡർ കോളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും പോയി നോക്കൂ. ഇതൊന്നും അങ്ങനല്ല. ആ നാട്ടുകാരെവിടെയാണോ, ആൾക്കാരെവിടെയാണോ, യു ഹാവ് ടു ഗോ ദെയർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അവിടെ പോയി നിൽക്കണം. അല്ലാതെ ഒളിച്ചെവിടെങ്കിലും നിന്നിട്ട് രഹസ്യമായിട്ട് പരസ്യമായി പറഞ്ഞു എന്ന് അഭിനയിച്ച ആരെ പറ്റിക്കാനാണ്? ദാറ്റ് ഡസന്റ് വർക്ക്. സോ ദാറ്റ് ഈസ് ഹൗ ദ സോഷ്യൽ മീഡിയ തിങ് ഹാപ്പൻ. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുക, ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ഇപ്പൊ പബ്ലിക് ഗ്രീവൻസിൽ റിഡ്രസൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പരാതിയും കൊണ്ടുവരും, എല്ലാവരും കൊണ്ടും എഴുതിപ്പിക്കുക, അവരെന്നിട്ട് ഒരു ഫയലാക്കുന്നു, അത് എന്നിട്ട് കളക്ടർ നോക്കുന്നു. ഇതിൽ 90% കാര്യങ്ങളും ഒരു ഫോൺ കോളിൽ തീരുന്നതായിരിക്കും മിക്കവാറും. കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരു കോൾ മതിയായിരിക്കും. അപ്പൊ ഇതിന് ഒരു ഫയൽ ഉണ്ടാക്കി ആൾക്കാരെ നടത്തിച്ച് അവിടെ വന്ന് ഏതാണ്ട് നമ്മൾ മഹാസംഭവം ചെയ്യുന്ന കൊണ്ട് അവരെ പുറത്ത് കാത്തിരുത്തി ഇതുപോലൊരു പ്രഹസനമില്ല. വേറെ ഒരു മെസ്സേജ് മതി, ഇന്ന സാധനം ഇങ്ങനെ ഉണ്ട്, ഇതാ ഒരു ഫോട്ടോ ഉണ്ട്, ഇത് ഞങ്ങളുടെ ചുറ്റുപാടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ അത് നമുക്ക് എന്തുകൊണ്ട് ബാക്ക് എൻഡിൽ ആൾക്കാരെ വെച്ച് അത് സോർട്ട് ചെയ്യാൻ സാധിക്കില്ല? ന്യായമായിട്ടുള്ളതാണെങ്കിൽ അപ്പത്തന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം സപ്ലൈ നിന്ന് പോയിട്ടുണ്ടാവും, കറണ്ട് ഉണ്ടാവില്ല, വാട്ടവർ. അത് ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ അത് തീർക്കാൻ സാധിക്കും, അവർക്ക് തിരിച്ച് അവരെ അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത്ര ആവശ്യമുള്ളൂ. ഭൂരിഭാഗം ജനങ്ങളും അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളെ അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ നിന്നും ഒരു റെസ്പോൺസും പ്രതികരണവും പരിഹാരവുമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ they are not asking for the moon. അപ്പൊ ഇതിന് നമ്മളൊരു പ്രോസസ്സ് എത്രയും ഫ്രീ ആക്കുന്നു അത്രയും എളുപ്പത്തിൽ അവർക്ക് പ്രശ്നപരിഹാരം കിട്ടും. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു മീഡിയ അല്ലെങ്കിൽ വലിയ ടെക്നോ സാവി ഒന്നും അല്ലാത്ത സാധാരണക്കാര് അവർക്ക് നേരിട്ട് വന്ന് അവരുടെ പ്രശ്നം പറയുമ്പോൾ അവർക്ക് നമുക്ക് കൂടുതൽ സമയം കൊടുക്കാനും സാധിക്കും. കാരണം വി ആർ റിഡ്യൂസിങ് ദ ക്രൗഡ്. മൾട്ടിപ്പിൾ ഫോറംസ്, മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുറക്കുന്നതാണ് ഒരു ഗവർണൻസിന്റെ ഏറ്റവും നല്ല ഒരു ലക്ഷണം. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് 2015 അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും, അതുപോലെ ചീത്ത പറയുകയും ചെയ്യും. എത്രയോ പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് യു കാൻ ആക്ച്വലി ഗോ ബാക്ക് ഇൻ ഹിസ്റ്ററി, ചുമ്മാ ഗൂഗിൾ അടിച്ചാൽ തന്നെ അറിയാം. കാരണം ആ സമയത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ടൂളായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, നേരിട്ട് ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഇടനിലക്കാർക്ക് പലതും നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റാറ്റസ് കോ പോകുന്നതിലുള്ള പലരുടെയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഓപ്പൺ ആകുമ്പോൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കാനും പറ്റില്ല. നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഇടയിൽ നിന്നിട്ട് ഇൻഫർമേഷൻ കട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ദാറ്റ് ആക്ച്വലി എംപവേഴ്സ് യു. നമുക്കും കൃത്യമായിട്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയാം. ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയും സത്യം. അപ്പൊ യു വിൽ ഗെറ്റ് ടു നോ തിങ്സ്. ഇങ്ങനെയുള്ള ഒരു ഐ തോട്ട് ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഇന്നിപ്പോ നോക്കുമ്പോൾ എല്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സും പോലീസും മന്ത്രിമാരെ, MLA-മാരെ, MP-മാരെ എല്ലാവരും they are making use of social media. Try telling that in 2015 people must have forgotten. പക്ഷെ I have actually briefly mentioned it in the book also. ആ ഒരു സമയത്ത് വിത്ത് റെഫറൻസ്. കാരണം ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെയൊന്നും നടന്നിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഐ ഗിവൻ ദ റെഫറൻസ് ഇൻ അന്നത്തെ ന്യൂസ് ക്ലിപ്പിംഗും ഒക്കെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. When you actually read and see that, you'll find how people used to think different, you know. Yes. ജനങ്ങൾ എവിടെയാണോ അവിടെയാണ് ഗവൺമെന്റ് എത്തേണ്ടത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരു ടൂളായി ഭരണനിർവഹണത്തിന് ഉപയോഗിച്ചത്. പുതിയ പുസ്തകം കളക്ടർ ബ്രോ ഇനി ഞാൻ തള്ളട്ടെ, പേര് തന്നെ വ്യത്യസ്തമാണ്. 5ാം പതിപ്പിൽ നിന്ന് 6ാം പതിപ്പിലേക്ക് പോകുന്നു. മലയാറ്റൂരും D. ബാബുപോളും തുടങ്ങിയ ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഒന്നുകിൽ സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കഥകൾ. ഈ പുസ്തകം പറയുന്നത് മറ്റൊന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പുസ്തകം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണ്? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ബോറൻ സാധനമാണല്ലോ ഈ സർവീസ് സ്റ്റോറി സാധനം. അതിനോട് തന്നെ ഐ ഹാവ് അവേർഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ
ഇത് എഴുതാൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കോർ ഐഡിയ എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് അബൌട്ട് കമ്പാഷൻ. പേഴ്സണലി വളരെ എനിക്ക് ഇമോഷണലി ഒക്കെ ഒരു ഇതുള്ളൊരു സാധനമാണ് കമ്പാഷൻ, അല്ലെങ്കിൽ കരുണ, ആർദ്രത എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം അതിന്റെ മാനിഫെസ്റ്റേഷന്റെ പോസിബിലിറ്റീസ് ഞാൻ വളരെ ഒരു ഇമോഷണൽ റൈഡിൽ കൂടെ പോയപ്പോൾ അനുഭവിച്ച കുറെ സാധനങ്ങളെ കുറിച്ചിടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് വേറെ സംഭവമൊന്നുമല്ല, ഇറ്റ്സ് ഓൺലി പ്യുവർ ഇമോഷണൽ സ്റ്റോറീസ് ആണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ആസ് എ വ്യക്തി, ആസ് എ മനുഷ്യൻ അഭിമുഖീകരിച്ച കാര്യങ്ങളും അനുഭവങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. ബേസിക്കലി ഇറ്റ്സ് മൈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇത് കുറിച്ചിടുക എന്നുള്ളൊരു സംഭവം, അല്ലാണ്ട് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസോ എന്തെങ്കിലുമൊക്കെ ആർക്കാൾ എങ്കിലൊക്കെ സംബഡി ഗെറ്റ്സ് ഇൻസ്പയർഡ് ഇങ്ങനെയൊക്കെ ആവാം. ഞാനീ പോയത് എല്ലാവർക്കും എക്സ്പോഷർ എക്സ്പീരിയൻസും ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ഇമോഷണൽ ആയിട്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്പിരിച്വൽ ഓൾസോ. അപ്പം അത് വൈ ഷുഡ് ഐ നോട്ട് ഷെയർ? അത് ഇതിനകത്ത് ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഇങ്ങനെ അങ്ങനെ ഇത് ശരി അത് ശരി ഒന്നുമില്ല. ഞാൻ ഷെയറിങ് മൈ എക്സ്പീരിയൻസസ് ആൻഡ് എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ് സംഹൗ ഇസ് ഓഫ് സം യൂസ് ടു ദ പബ്ലിക്. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന എത്രയോ പേരുണ്ട്, അവരുടെ ഒരു എഫേർട്ട് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, കോഴിക്കോടുള്ള നല്ലവരായിട്ടുള്ള കുറെ മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ഈ ഒരു ചെയ്തികൾ, കാരണം അവരാണ് ഇത് മുഴുവനും ചെയ്തത്, ഈ സാധനങ്ങൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒക്കെ കുറിച്ച് വെക്കണ്ടേ, ക്രോഡീകരിക്കണ്ടേ എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാമ്പുറ കഥകൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയാം. അപ്പൊ അതും കുറിച്ച് വെക്കണമെന്നുണ്ട്. കാരണം ഇതൊന്നും പിന്നെ ഞാൻ ഓർക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്ത് ഓരോ തിരക്കുകളും മറ്റേതൊക്കെ ആയിട്ട് അങ്ങ് പോകും. ഇതിപ്പോ എഴുതി വെക്കുകയാണെങ്കിൽ ഇറ്റ് മേക്ക് സം ഇമ്പാക്ട് ഉള്ള എന്റെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് എഴുതിയതാണ്. പിന്നെ പൊതുവെ എഴുതുമ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറിച്ചിടാറുണ്ട്, ആർട്ടിക്കിൾസ് പബ്ലിക്കേഷൻസിലൊക്കെ എഴുതാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ മര്യാദയ്ക്ക് ഒരു പുസ്തകം എഴുതും, നിങ്ങൾ വൃത്തിക്ക് എഴുതുന്ന അല്ല, നിങ്ങൾക്ക് പറ്റിയ പണി അതാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഉപദേശിക്കാറുണ്ട്. കോവിഡ് കാലവും കോവിഡിന്റെ ഇൻഫെക്ഷനും പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയും ഇതും എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ സമയവും സൗകര്യവും ഒത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടൈം വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു ക്രിയേറ്റീവ് സാധനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതുകൊണ്ടല്ലോ, അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നു. ഇതൊക്കെ ലാലേട്ടൻ പറഞ്ഞു, ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതല്ലേ. ഓക്കെ. ഈ പുസ്തകം വായിച്ചു തുടങ്ങി കുറെ കഴിയുമ്പോഴേ പുസ്തകത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുമ്പോൾ വളരെ നൊമ്പരത്തോടുകൂടിയേ വായിച്ചു തീർക്കാനാവുള്ളൂ. അപ്പൊ ആ പുസ്തകം ആദ്യം വായിച്ച് വരുന്നവർക്ക് നമുക്ക് ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ നിന്ന് അതുവരെ വിചാരിക്കാത്തൊരു ഘട്ടത്തിലേക്ക് ആ പുസ്തകം കടക്കാണ്. നമുക്കതൊരു ശരിക്കും പറഞ്ഞ ഞെട്ടലാണ്. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അതുവരെ കാണാത്ത കാഴ്ചകളെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ചും ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കളക്ടർ എന്നുള്ള രീതിയിൽ കോഴിക്കോട് ഈ 2 വർഷ കാലഘട്ടം, അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അധ്യായത്തിലെ ആ ഒരു സമയം, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു ഫ്രജൈൽ നേച്ചർ ഉണ്ടല്ലോ. നമ്മള് നശ്വരമാണ് മറ്റേതെന്നൊക്കെ നമ്മൾ ഫിലോസഫി അടിക്കാറുണ്ടല്ലോ, ഒന്നിനും ഒരു സ്ഥിരതയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസരം. ഒരു കളക്ടറുടെ ജോലി എന്ന് പറയുമ്പം പബ്ലിക് കാണുന്ന ഒരു സാധനമുണ്ട്, ഒരു എന്താ പറയാ, കോടിയും മടിയും പോലീസും മറ്റേ തിരക്ക്, അത് വലിയ ഷോ ആണ്. ഇതാണ് പുറമേന്ന് കാണുന്ന ഒരു സാധനം. പക്ഷെ കളക്ടറുടെ ജോലിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്നെ സ്പർശിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം അറിയുന്ന ആള് കളക്ടറാണ്. ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സം ട്രാജഡി, വിഷമിപ്പിക്കുന്ന എന്ത് സംഭവം ഉണ്ടായാലും അതിരാവിലെ അത് കളക്ടർ അറിഞ്ഞിരിക്കും. അപ്പൊ അത് ഒരു തരത്തിലൊരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും അവിടെ ഫയർ ഫൈറ്റിംഗ് ആണ്. നമ്മൾ എപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ജീവിതം ആ ഒരു കാലഘട്ടം മാറ്റിവെക്കുന്നത്. അതുപോലെ സങ്കടം പറയാനാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത്. അതും ചോദിക്കാനും പറയാനും ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല, ആരടുത്തും പറയാൻ അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വരിക. ഒരു കളക്ടറെ കാണാൻ വേണ്ടി കാത്തു നിന്ന് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഭയങ്കര ഹംബ്ലിങ് സാധനം കൂടിയാണ്. കാരണം ഞാൻ ആസ് എ സിറ്റിസൺ ഗവൺമെന്റിനകത്തൊക്കെ വരുന്നതിന് മുമ്പ് മറുഭാഗത്ത് നിന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കള് വഴിയൊക്കെ നമ്മൾ അറിയുകയും ഇന്ററാക്ട് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, കളക്ടർ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, കളക്ടർ ഇങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ,
ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം അതിന്റെ പ്രായോഗിക വശങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ കുതിരവട്ടം പോലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം, അല്ലെങ്കിൽ ഈ ചിൽഡ്രൻസ് ഹോമുകളും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകൾ, ഇതെല്ലാം പുറമേ ദൂരെ നിന്ന് വല്ലപ്പോഴും ഒക്കെ കണ്ടുള്ള ഒരു അറിവല്ലാതെ അതിനകത്ത് എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്, അവിടുത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അവിടുത്തെ ജീവിത നിലവാരം എന്താണ്, ഇതൊന്നും ഒരു വിസിറ്റിലൊന്നും അറിയില്ല. ചില കാര്യങ്ങൾ വല്ലാണ്ട് കണ്ണ് തുറപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ശരിക്കും അങ്ങ് കുലുക്കി കളയുന്ന പല കാര്യങ്ങളും ആ ഒരു പീരീഡിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിന് വേറെ കാരണമുണ്ട്. കാരണം ഞാൻ ആ പുസ്തകത്തിലും പറയുന്നുണ്ട്, സോഷ്യൽ സെക്ടറാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതാണ് എനിക്ക് പ്രയോറിറ്റി എന്ന് തുടക്കത്തിലെ തീരുമാനിച്ചതുകൊണ്ടും കൂടിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു എന്നും ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം സോഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, അല്ലാതെ വലിയ പാലവും റോഡും ഹൈവേയും മറ്റേത് മറിച്ചതും മാത്രം അല്ലെങ്കിൽ അത് ഡെവലപ്മെന്റ് എന്ന് വിശ്വസിക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ വി ഹാവ് ടു റിയലി റീകൺസിഡർ. ഏറ്റവും നിരാലംബർ അല്ലെങ്കിൽ ഏറ്റവും സൈഡ് ലൈൻഡ് ആയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാവുന്ന ഒരു സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളും മറ്റുമൊക്കെ കുറച്ചൊന്ന് സാധാരണയിൽ കവിഞ്ഞ് ശ്രദ്ധിച്ചു എന്ന് ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ അഫക്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇമോഷണലി ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു. അതിൽ നിന്നുള്ള തിരിച്ചറിവുകളാണ് ശരിക്കും ഈ പുസ്തകം എഴുതാനും കാരണമായത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹംബ്ലിംഗ്, പക്ഷെ വാട്ട് നീഡ്സ് ടു ബി ഡൺ, ഒരു തോട്ട് പ്രോസസ്സും കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്നത്. അതിൽ പങ്കാളികളായി അവിടെയുള്ള എത്രയോ പേരുടെ നല്ല എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ മാറ്റങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളും അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം എന്താ പറയാ ഒരു മീനിങ് ഫുൾ ആണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ഭയങ്കര ഒരു എലിവേറ്റിംഗ് ഫീലും കൂടെയാണ്. അത്തരം എക്സ്പീരിയൻസസ് ആണ് ശരിക്കും ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു ഐ ഡിഡ് ഇറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറി അല്ല, നമ്മൾ അവിടെ തകർത്തു മറിച്ചു, അതല്ല. ഐ ഹാവ് ഗോൺ ത്രൂ ദിസ് എന്നുള്ളൊരു സാധനമാണ്. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, പലരും ചെയ്യുന്നത് കണ്ട അത്തരം കഥകൾ, അതിന്റെ ഒരു ഷെയറിംഗ് ആണ്. അപ്പൊ ആ ഒരു പറഞ്ഞില്ലേ, ഏറ്റവും വിഷമം തോന്നുന്ന സംഭവങ്ങളുണ്ട്, അതുപോലെ നമുക്കതിൽ നിന്ന് ഒരു സൊല്യൂഷൻ, ഒരു ഈ ടണലിന്റെ അറ്റത്തൊരു തരി വെളിച്ചമുണ്ട് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും റൈറ്റ് ടു ഷെയർ ഉണ്ട്. പല സമയത്തും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പല കാര്യങ്ങളും പല പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് പുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സുലൈമാനി ആണെങ്കിലും, കമ്പാഷനേറ്റ് കോഴിക്കോട്, മണിച്ചിത്രത്തൂണ്, സവാരി ഗിരിഗിരി, സോൾ ഓഫ് കോഴിക്കോട്, ഹേയ് ഓട്ടോ, ബാരിയർ ഫ്രീ കോഴിക്കോട്. സർക്കാരുകൾ നടത്തുന്ന പരിപാടികൾക്ക് മനോഹരമായ പേരുകൾ, അതുപോലെ തന്നെ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആശയം വ്യക്തമാക്കുന്ന പേരുകൾ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ലെങ്കിൽ അഡ്വർടൈസിംഗ് മേഖലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കോപ്പി റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കോപ്പി റൈറ്റിംഗും അതുപോലെ ബ്രാൻഡിങ്, ലോഗോ ഡിസൈൻ, ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഗസ്റ്റ് കൈൻഡ് ഓഫ് റൈറ്റ്, മേ ബി അതൊക്കെ എനിക്ക് ഇഷ്ടമായേനെ, ആ ഒരു മേഖല ഇഷ്ടമായേനെ. പക്ഷെ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തിട്ട് ചെയ്യുന്നതിനകത്തുള്ള ഒരു രസം വേറെയാണ്. ഒരുപക്ഷെ ജോലിയായിട്ട് ചെയ്താൽ എനിക്കറിയില്ല സർവൈവ്ഡ് ഇൻ ദാറ്റ്. ഗവൺമെന്റ് പ്രോജക്റ്റുകൾ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ അതിനെ പേരിടുകയും ഗവൺമെന്റ് പ്രോജക്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ എന്താ പറയാ ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് സർക്കാർ പരസ്യമാണല്ലോ. അത് പലപ്പോഴും ഇതിന്റെയൊക്കെ പേരുകൾ പോലും ആൾക്കാരുമായിട്ട് കണക്ട് ആവില്ല. എന്തിനാണ് ഈ പേരിടുന്നത് എന്തിനാ ശരിക്കും? ഞാനിപ്പം അരവിന്ദ് എന്ന് വിളിക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് കണക്ട്, പ്രശാന്ത് എന്ന് വിളിക്കുമ്പോൾ ഇറ്റ് കണക്ട്, കാരണം ഐ എം യൂസ് ടു ദാറ്റ് നെയിം. നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിന് നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊരു പേരിടാൻ നോക്കുക, കാരണം യു കണക്ട് വിത്ത് ദാറ്റ്. നമ്മുടെ ഒരു സംതിങ്, ആ പേര് വിളിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ, ആ സ്ഥലത്തിന്, അതിന് നമ്മുടെ മനസ്സിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒക്കെ പേരിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഗോ ടു ദ ഹാർട്ട്, നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് അത് പോവില്ല. ഈ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ, അല്ലാതെ സർക്കാർ ഫണ്ട് എടുത്ത് ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ പേര് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും നടന്നോളും. പക്ഷെ പാർട്ടിസിപ്പേറ്റീവ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ, ആൾക്കാരുടെ കൂട്ടായ്മയിൽ ചെയ്യുമ്പോൾ അവർക്കും കൂടെ ഒരു ഫീല് വരണം, അവരും ഇതിന്റെ ഭാഗമാണെന്ന് ഒരു തോന്നൽ വരണം. അത് വരണമെങ്കിൽ ആ രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്യുകയും പേരിടുകയും അവരുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യണം. അത് സ്റ്റാർട്ട്സ് വിത്ത് നെയിമിങ്. ആക്ച്വലി പേരിനകത്ത് ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പം ഭക്ഷണം വിശക്കുന്നവർക്ക് ഭക്ഷണം എന്നുള്ളത് നമ്മളെല്ലാവരും അത് ആത്മാഭിമാനത്തോടെ കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സുലൈമാനി. അപ്പൊ അതിനകത്ത് ഇത് അന്നദാന പ്രോജക്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറ്റ് ഡസൻ കണക്ട്. അതൊന്നും അല്ല, ഇത് അന്നദാനം അല്ല ഇത് ചെയ്യുന്നത്. ഇത് ഒരു കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും കൂടെ
പരസ്പരം സഹായിച്ചിട്ടാണ് വിശപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ വിശപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ ഒരുമാതിരി കഴിക്കുന്ന ഒരാളുടെ ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികമായ കഴിവില്ലായ്മയോ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് പേരിൽ വരേണ്ട കാര്യമില്ല. എന്തിനാ അത് പേരിലിടുന്നത്? അത് നമ്മൾ കഴിവതും മറക്കാനും മറയ്ക്കാനും ആഗ്രഹിക്കേണ്ട സാധനമാണ്. കാരണം അതൊരു ഹൈലൈറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യണം. അപ്പൊ എന്തോ വലിയ സാധനം ചെയ്യുന്നു, പുണ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയി ഒരു അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ യു ആർ ആക്ച്വലി ഹ്യൂമിലിയേറ്റിംഗ് ദാറ്റ് പേഴ്സൺ. മറിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും എല്ലാവരും എന്താ ചെയ്യുക? നമ്മൾ ഒരു സുലൈമാനി അടിക്കും. ഒരു സുലൈമാനി കുടിച്ചിട്ടാണ് ബിരിയാണി അടിച്ചതിന് ശേഷം ഒരു സുലൈമാനി കുടിച്ചിട്ടാണ് അത് ഫൈനൽ ടോപ്പ് ഓഫ് ചെയ്യുന്നത്. അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സാധനം വരുന്നത്. എന്ന് മാത്രമല്ല, നമ്മളെല്ലാരും കണ്ടിട്ടില്ലാണ് ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടലില് ആ സിനിമയിലും തിലകൻ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം ദുൽഖറിന്റെ കഥാപാത്രത്തോട് ഒരല്പം ഒരു ഗ്ലാസ്സിൽ കുറച്ച് സുലൈമാനിയും പിടിച്ചിട്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗിന്റെ ഒരു സാധനമുണ്ട്, മലയാളികളുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്യുന്ന സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡയലോഗും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. കാരണം ഈ ഭക്ഷണത്തിനകത്തുള്ള മാജിക്കൽ റെസിപ്പി എന്താണെന്നുള്ളതാണ് തിലകന്റെ ക്യാരക്ടർ ഉപ്പ പറയുന്നത് പേരക്കുട്ടിയോട്. അതിനകത്ത് ഒരല്പം മുഹബത്ത് വേണം എന്നാണ് പറയുന്നത്, ഒരല്പം സ്നേഹം വേണം. അതാണ് ഈ പ്രോജക്റ്റും പറയുന്നത്. ഇത് സ്നേഹത്തോടെയുള്ള ഒരു പ്രോജക്റ്റാണ്, മുഹബത്തോടുകൂടിയുള്ള ഒരു സംഭവമാണ്. വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്, പരസ്പരമുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അല്ലാതെ ഇത് ആരും ആർക്കും വലിയ ദാനം കൊടുക്കുന്ന പോലെ, ഒരു വലിയ പുണ്യകർമ്മം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഔദാര്യം ചെയ്യുന്ന പോലെയോ സ്ട്രക്ചർ ചെയ്യുകയോ പേരിടുകയോ ചെയ്താൽ പിന്നെ തീർന്നില്ല ആ പ്രോജക്റ്റ്. അപ്പൊ ബേസിക്കലി ഇതിന്റെ പേര് ഇടൽ എന്ന് പറയുന്നത് യു ഹാവ് ടു ക്യാപ്ചർ ദി ഇമാജിനേഷൻ ഓഫ് ദ ക്ലയന്റ്. ഇനി അഡ്വർടൈസിംഗ് ഫേം വിൽ ഡു ദാറ്റ്. അപ്പോ ഇപ്പൊ സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് ആ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, കുട്ടികളുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവണം അവർക്ക് അവകാശമുണ്ടെന്ന്, അവർക്ക് അവകാശമുണ്ട് ബസ്സിൽ പോകാനെന്നുള്ള. അവിടെ വായിക്കൊള്ളാത്ത വലിയൊരു പേര് ആൾക്കാർ വിചാരിക്കും ഈ ഒരു പ്രോജക്റ്റിന് കറക്റ്റ് ഇടുന്ന പേരാണോ സവാരി ഗിരിഗിരി, അയ്യേ എന്ന് പറയും. പോയി പണി നോക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് കുട്ടികൾക്കുള്ളതാണ്. കുട്ടികൾക്കുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുട്ടികൾക്കുള്ള പറ്റിയ പേരേ ഇടുള്ളൂ. അല്ലാതെ ബസ്സിനകത്ത് പോകുന്ന ഈ കുട്ടികൾക്ക് വേറെ എന്താണ് കഴിച്ചാൽ പൊട്ടാത്ത സംസ്കൃതത്തിൽ എന്ത് പേരായിട്ട് കൊടുക്കേണ്ടത്? ഇത് മേക്ക് സെൻസ് അല്ല. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും അപ്രോപ്രിയേറ്റ് ബ്രാൻഡിങ്, ഐ തിങ്ക് ആ ക്ലയന്റിയൽ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുക എന്നുള്ളത് ഒരു അഡ്വർടൈസിംഗ് കമ്പനി മാത്രമല്ല, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ചെയ്യേണ്ട ഒരു പണി തന്നെയാണ്. ഒരു തിരക്കേറിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, എഴുത്തുകാരനാണ്, സോഷ്യൽ മീഡിയയിലെ ശക്തമായ ഇടപെടലുകൾ, അഭിനേതാവാണ്, സറാസില് അഭിനയിച്ചു, ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമയിൽ മുരളി ഗോപി പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഭാര്യ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഭാര്യയ്ക്ക് എന്നെ നന്നായി മനസ്സിലാവുന്നുണ്ട്. ഈ മനസ്സിലാവാത്തവരുണ്ട്. ആക്ച്വലി ഇത് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒന്നാമത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പലതും പല റോൾസും പല ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നുണ്ട്. ചിലർ ചെയ്യാൻ മടിക്കുന്നുണ്ട്. എസ്പെഷ്യലി കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ജോലിയിലുള്ളവര് ഭയങ്കര ഭയത്തോടെയോ അല്ലെങ്കിൽ ഭീരുത്വം കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നാട്ടുകാരെ പേടിച്ചിട്ടോ നാട്ടുകാരെ എന്ത് വിചാരിച്ചിട്ടോ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മാറ്റിമറിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇതിൽ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ പറഞ്ഞുകൊണ്ട് നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്കെങ്കിലും ഇവൻ എന്തിന്റെ കേടാന്നുള്ളൊരു സാധനം വരും. ഈ IAS ഓഫീസർ ആണെങ്കിൽ ഫുൾ കൈ ഷർട്ട് വിട്ടിട്ട് ഈ കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിനകത്തേക്ക് ഓടിക്കേറി ആകാശത്തോട്ട് ഇങ്ങനെ കണ്ണും മേടിച്ച് ഏതാണ്ട് വെച്ചെടുക്കാൻ പോകുന്ന മാതിരിയോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള ഒരു വെപ്രാളം പോലെ ഓടിക്കേറണം. അതാണ് ഒരു IAS ഓഫീസർ. എന്നിട്ട് അകത്ത് ഓടിക്കേറിയിട്ട് എന്താ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അകത്തോട്ടുള്ള ഓട്ടം കണ്ടാൽ തോന്നും ഏതാണ്ട് മല മറിക്കാൻ പോകണം. ദിസ് ഈസ് എക്സ്പെക്ടഡ്, ദിസ് ഈസ് ദ ക്ലീഷേ. ഈ ക്ലീഷേക്ക് അനുസരിച്ച് നിന്ന് കൊടുത്തില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ എന്താണ് ഇയാളുടെ പ്രശ്നം എന്നൊക്കെ ആയിരിക്കും പലരും വിചാരിക്കുക. ദ പ്രശ്നം ഇസ് ആക്ച്വലി വിത്ത് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു ജഡ്ജ് യു. നമ്മളെ ഒരു പ്രത്യേക ഒരു ചട്ടക്കൂടിനകത്ത് ഇടാൻ ശ്രമിക്കുകയും നമ്മൾ ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സത്യത്തില് നമ്മുടെ ചുറ്റുമുള്ള ഒരു കുഴപ്പം. അല്ലാതെ എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ഈവൻ ഡിഫിക്കൽട്ട് അറ്റ് ടൈംസ്. കാരണം ചിലരുടെ വിചാരം ഇത് ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇന്ററാക്ട്, ഇനി വല്ല രാഷ്ട്രീയത്തിൽ വരുമോ, വേറെ വല്ല ഇതുണ്ടോ, ഇനി വേറെ വല്ല അംബിഷൻ ഉണ്ടോ, പീപ്പിൾ ആർ സോ വറീഡ്. In fact, politicians I found to be very shall I say vulnerable or insecure. കാരണം
അവർക്ക് എപ്പോഴും ഭയമാണ്. അവരുടെ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകുമോ, അവരുടെ ഒരു സ്ഥാനം പോകുമോ, അവർക്ക് ഒരു കോമ്പറ്റീറ്റർ വരുമോ, ഇതൊക്കെയാണ്. നമുക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ്. നമ്മൾ നമ്മുടെ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് താങ്ക്ഫുള്ളി മൈ വൈഫ് ഫുള്ളി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. എന്ന് മാത്രമല്ല, മൈ വൈഫ് ഓൾസോ ക്ലിയർലി അപ്രീഷിയേറ്റ് what I'm doing. In fact, കുറെയൊക്കെ ടെമ്പർ ഡൗൺ ചെയ്യാനും കുറച്ചുകൂടെ, കാരണം ഈ ചുറ്റുമുള്ള ഇവരെയൊക്കെ I really don't care, but my wife sometimes says they don't know how to understand people. അപ്പൊ അവര് out of their insecurity they try to finger you. This also happens എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് ടെമ്പർ ഡൗൺ ചെയ്യാൻ പലപ്പോഴും എന്റെ ഭാര്യ സഹായിക്കാറുണ്ട്. ഇത് തന്നെയാണ് കളക്ടർ ബ്രോയെ പ്രശാന്ത് നായർ IAS വ്യത്യസ്തനാക്കുന്നത്. ഈ പുസ്തകം ഞാൻ വായിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും പിന്നീട് ചില ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു. എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത് ഇത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സംരംഭകർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് മോഹികൾ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നവീന ആശയങ്ങൾ, നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് എങ്ങനെ സാധാരണ ജനങ്ങളുടെ സഹകരണം കൊണ്ട് ക്ഷമയോടുകൂടി നടപ്പിലാക്കേണ്ടതെന്ന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പം പുസ്തകം ഇനിയും ഒരുപാട് പതിപ്പുകളിലേക്ക് പോകട്ടെ. ബ്രോയുടെ തള്ളലുകൾ ഇനിയും തുടർന്നും നടക്കട്ടെ. കളക്ടർ ബ്രോ പ്രശാന്ത് നായർ IAS ആണ് നമ്മളോട് സംസാരിച്ചത്. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും വിജയങ്ങളും പരാജയങ്ങളും പാഠങ്ങളാക്കി വിമർശനങ്ങളെയും പ്രശംസകളെയും ഒരുപോലെ കണ്ട് അദ്ദേഹം തൻ്റെതായ വഴികളിൽ കൂടി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ അറിയിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.